മണിപ്പാറ സെന്റ് മേരീസ് പള്ളിയുടെ നേതൃത്വത്തിൽ ചിങ്ങം 1 കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. ഇടവക വികാരി ഫാദർ ജെയിംസ് കുരിശുമൂട്ടിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ബെന്നി ആഞ്ഞിലിത്തോപ്പിൽ അധ്യക്ഷനായി. ഇടവക കോർഡിനേറ്റർ പൈലി വലിയകണ്ടത്തിൽ, കത്തോലിക്ക കോൺഗ്രസ് ഫൊറോന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു ഒറ്റപ്ലാക്കൽ, ബേബി അറക്കൽ എന്നിവർ ആശംസകൾ അറിയിച്ചു. ഇടവകയിലെ മികച്ച 5 കർഷകരെ ആദരിച്ചു. കർഷകർക്ക് മൊമ്പന്റോയും മാവിൻ തൈകളും വിതരണം ചെയ്തു. ഇടവകയിലെ മുഴുവൻ കുടുംബാംഗങ്ങൾക്കും പച്ചക്കറി തൈകളും നൽകി. കുട്ടികൾക്കായി പ്രച്ഛന്ന മത്സരങ്ങളും സംഘടിപ്പിച്ചു. വിജയികൾക്ക് ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു. പങ്കെടുത്ത മുഴുവൻ പേർക്കും സമ്മാനങ്ങളും നൽകി. ആളുകൾ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ തയ്യാറായതിൽ എനിക്ക് ഏറെ സന്തോഷം. ഇത്രയും പേര് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ പ്രസംഗങ്ങൾ വളരെ ലഘൂകരിക്കണം, കുറയ്ക്കണം എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ഞാനൊരു വലിയൊരു പ്രസംഗത്തിലേക്കും കാര്യങ്ങളിലേക്കും ഒന്നും കടക്കുന്നില്ല. അഭിമുഖ പിതാക്കന്മാരുടെ ഇടയലേഖനം നമുക്കൊരു നല്ല കാഴ്ചപ്പാടും വെളിച്ചവും നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്ന് മികച്ച കർഷകരായ 5 പേരെ മാത്രം നമ്മൾ തിരഞ്ഞെടുത്തത് കൊണ്ട് തീരുന്നില്ല. മറിച്ച് കാർഷിക മേഖലകളിൽ അധ്വാനിക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ ഇടവകയിലുണ്ട്. ഈ മണിപ്പാറയുടെ ആദ്യകാലങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ ഇടവകയുടെ വളർച്ചയും ഇടവകയുടെ കൃപയും അനുഗ്രഹവും ഒക്കെ ഓരോ കാലഘട്ടത്തിലും എങ്ങനെയായിരുന്നുവെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ആദ്യകാലത്തെ കർഷക കുടിയേറ്റങ്ങളൊക്കെ എടുത്ത അധ്വാനവും കഷ്ടപ്പാടും ഈ മണ്ണിൽ വിളകൾ ഫലപുഷ്ടമാക്കുവാൻ വേണ്ടി എടുത്തിട്ടുള്ള ത്യാഗങ്ങളെ ഒന്നും നമുക്ക് മറന്നുകൂടാം. ഇന്ന് മണിപ്പാറയിൽ ഒരു നല്ല ദേവാലയവും നല്ലൊരു പ്രദേശവും അതിനോട് ചേർന്ന് നിൽക്കുന്ന ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു കുടിയേറ്റ ജനതയും. ഞാൻ ഇന്നത്തെ ദിവസം അവരെയാണ് നന്ദിപുറം ഓർക്കുന്നത്. നമുക്ക് അവരെയൊക്കെ നമ്മുടെ മനസ്സിൽ കൃതജ്ഞതയോടുകൂടി ഓർക്കാം. അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ ഈ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി. എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നീ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യൻ. സിസിലി ആ പറഞ്ഞത് നേരാണ്. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല, MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുതിയ MS Gold and Diamonds, ഇരിട്ടി, പേരാവൂർ, രാമനഗര, കനകാപുര, the real source of purity. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജന്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.